മസാല ഒക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു. അപ്പോൾ ഈ തോതിലാണ് നമുക്ക് മസാല വേണ്ടത്. ഇനി ഞാൻ ചിക്കനാണ് ചേർക്കുന്നത്. അത് ഞാൻ കുക്കറിൽ വെച്ചിട്ട് ഒരൊറ്റ അടി അടുപ്പിച്ചിട്ട് വേവിച്ചതാണ്. അത് ചേർത്ത് അപ്പോൾ ഞാൻ ഈ ചിക്കൻ കുക്കറിൽ വെച്ച് വേവിച്ചിരുന്ന കുറച്ച് വെള്ളം ആ ചിക്കൻ്റെ വെള്ളം എടുത്ത് ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വരും. അപ്പോൾ ഒന്ന് ശരിക്ക് കുറച്ച് ഡ്രൈ ആയിട്ട് നമുക്ക് ഇനി ഇലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല. ഇത് ഞാൻ പ്രത്യേകം ഉണ്ടാക്കി വെച്ചാണ് ഇവിടെ. ഒരു 1/2 ടീസ്പൂണ്. അപ്പോൾ നമ്മൾ ചിക്കൻ മസാല 10 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചപ്പാത്തിൻ്റെയും പൊറോട്ടൻ്റെ ഒക്കെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. ഓക്കെ, ബായ്. ഇത് ചപ്പാത്തിയാണ് കേട്ടോ. ചിക്കൻ മസാലയുടെ കൂടെ ചപ്പാത്തിയാണ്.